Eliza Creationsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ മപ്പാസ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ക്രിസ്മസ് ആയിട്ട് എന്ത് വെറൈറ്റി ഒപ്പിക്കാന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് നമ്മുടെ മാഗസീനിൽ ഒരു ചിക്കൻ മപ്പാസ് കണ്ടെന്നും പറഞ്ഞ അപ്പച്ചൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് വെറൈറ്റി ആയിട്ട് ചിക്കൻ മപ്പാസ് തന്നെ വയ്ക്കാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണേ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ക്രിസ്മസ് അല്ലേ. അപ്പം ഈ ആ കുട്ടിയുടെ വക ഒരു പാട്ട് ഒരു ഡാൻസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണാം. ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മപ്പാസിനുള്ള പരിപാടിയൊക്കെ ആദ്യം തുടങ്ങിയേക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഇത്തിരി ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് എഴുതൂരെ വിളിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഉണ്ടല്ലോ അവൻ ഇത് പൊട്ടിക്കാനുള്ള തിരക്കില്ല. ഇത് മറ്റേ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ പൊട്ടിക്കുന്ന സാധനമല്ലേ, പൊട്ടിക്കുന്ന സ്ഥലം ഇപ്പം നമ്മുടെ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജാതിപത്രി ഉൾപ്പെടെയുള്ള മസാലക്കൂട്ടുകളെല്ലാം കൂടി നമ്മളിത് ഇങ്ങനെ ഇടുവാണ്. ഇപ്പം നമ്മളിതേ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കുരുമുളക്, പിന്നെ ജാതിപത്രി ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം കൂടി ചെറുതീയിൽ വെച്ചൊന്ന് മൂപ്പിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂത്ത് ഒരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സവാളയും കൂടി ഇടാവേ. സൂപ്പർ നല്ല മണം വന്നിട്ട് കേട്ടോ. വെളുത്തുള്ളിയും കൂടി വന്നപ്പോൾ അടിപൊളി മണമാണ്. ഇനി നമ്മളിതേ സവാളയും കൂട്ടി ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. ഈ സമയത്ത് നമ്മളിത് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ് കേട്ടോ. അതായത് സവാളയ്ക്ക് മാത്രം കേട്ടോ. ചിക്കൻ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടേ. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ടേക്കാവേ. ഇപ്പം തന്നെ എടുത്തിട്ടോ. സൂക്ഷിച്ച് കിടക്കണേ, തീ കൊള്ളാതെ. മിടിക്കുകയാണല്ലേ. ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം നീയാക്കുട്ടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ സവാള നന്നായിട്ട് വഴറ്റി നിൽക്കണേ. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഒരു വേറൊരു സ്റ്റൈലല്ലേ ഇത്. ഇപ്പം നമ്മുടെ തക്കാളിയും ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതേ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കണം. വളരെ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കണ്ടപ്പോൾ. മസാലക്കൂട്ട് ഇടുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് തീയൊന്ന് കുറച്ച് കൊടുത്തേക്കണേ. ഒരുപാട് തീയിലിട്ടിട്ടുണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതേ അടുത്ത മല്ലിപ്പൊടിയാണ് ഇട്ട് ഇടാൻ പോണം. കുട്ടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു സ്പൂൺ ഇട്ടോയെ. താഴെ കളയരുത്. ഇട്ടോ ഇടുക്കി. ഇനി നമുക്ക് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത നമ്മളിതേ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. മസാലപ്പൊടിയും ഒരു 1.5 സ്പൂൺ ഇരിക്കട്ടെ. ചാടി പുറത്ത് പോണ സ്പൂൺ. ഇനി നമ്മളിതേ ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. നമ്മുടെ മസാലപ്പൊടി ചെല്ലുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുവേ. നല്ല മണക്കാരനല്ലേ. ഇനി നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. 5 മിനിറ്റ് വേവിക്കാം കേട്ടോ. അങ്ങനെ വെച്ച് ഇനി നമ്മളിത് 20 മിനിറ്റ് നന്നായിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതെടുത്ത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇതിനകത്തേക്ക്. ഒന്നും വീഴ്ത്തരുതേ, പൊടിയൊന്നും വീഴ്ത്തരുതേ. ഒരു 5 മിനിറ്റ് ഇരുന്ന് വേവട്ടെ കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് 2ാം പാലൊക്കെ ഒഴിക്കാനായിട്ട്. ഇത്തിരി നേരം ഇങ്ങനെ അടച്ച് വെച്ചേക്കാം. നിൽക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നീയാക്കുട്ടിയുടെ ഒരു ഡാൻസ് കണ്ടാലാ. നീയാക്കുട്ടി ഒരു ഡാൻസ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. നീയാക്കുട്ടിക്കില്ലേ സ്കൂളിൽ വെച്ച് കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കളിക്കാം. വേഗം നീയാക്കുട്ടി കളി. Sometimes like all you want to do is run. Hear me out, hear me out.
ആയപ്പോഴേക്കും നമ്മുടെ ഹാവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയുന്നേ, ചിക്കൻ മപ്പാസ് ഇന്ന്. അയ്യോ, എൻ്റെ ഈഡൂസിൻ്റെ കയ്യിലിരിക്കുന്നതാണ് എനിക്ക് എടുക്കാൻ പറ്റണില്ലേ. നമ്മൾ തുണിയൊക്കെ എടുത്തിട്ട് പോരാൻ മറന്നു പോയതുകൊണ്ട് തൽക്കാലം ചേമ്പില കൊണ്ടാണ് പിടിക്കണം. തുണിക്ക് പകരം ചേമ്പില. ആഹാ, ചേമ്പിലൊന്നും ഒതുങ്ങണില്ലല്ലോ ഇത് നമ്മുടെ മൂടി. ഓക്കെ, നല്ല സ്മെല്ലൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഏഡൂസ് കൊതിച്ചിരിക്കുകയാണ്. ഏതായാലും ഇതിപ്പോൾ ഒരു ഹാഫ് കുക്കായി പറഞ്ഞ സമയത്ത് നമ്മളിത് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പം ഓക്കെ, വേണ്ട ഞാൻ കുട്ടി, നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ഇത് 2ാം പാലിൽ ഇരുന്നത് നന്നായിട്ട് വേകട്ടെ കേട്ടോ. അതുവരെ നമുക്ക് ഇതുപോലെ തന്നെ മൂടി വെച്ച് വേവിക്കാവേ. ഓക്കെ, ഇനി ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വേവിച്ചിട്ട് വേണം 1ാം പാൽ ഒഴിക്കാനേ. ഞങ്ങളെല്ലാവരും കൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നത് അല്ലേ കുട്ടാ? അത് തന്നെ, റെഡൊക്കെ ഇട്ടുണ്ട്. റെഡ് അല്ലേ നമ്മുടെ ക്രിസ്മസിന്റെ കളർ അല്ലേ കുട്ടി? റെഡും വൈറ്റും. ആ, ഏഡൂസിന്റെ ആ പാട്ടൊന്ന് പാടി കൊടുക്കാവോ പ്ലീസ്? ആ, മറ്റേ എന്താണ് കുഞ്ഞ? പൈതലം. ഞങ്ങൾ അത് കുഴപ്പമില്ല കേട്ടാ. മിടുക്കൻ. ഗുഡ് ബോയ്. കൈ കൊട്ടി വെച്ചമ്മേ. ഗുഡ് ബൈ പാട്ട് പാടിയേ. നാണം വന്നിരിക്കട്ടെ ഇടുസിന്. ഇപ്പം നമ്മളിത് 2ാം പാൽ ഒഴിച്ചിട്ട് വേവിച്ചിട്ട് കുറച്ച് നേരമായി. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. കയ്യിലേക്ക് വീണേ ആവി കൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ആവി വീഴാത്ത രീതിയിൽ എടുക്കാൻ നോക്കിയിട്ടില്ല. ആ പാത്രം തടഞ്ഞെന്നേ, അത് കാരണം എൻ്റെ കൈ പൊള്ളി. സാരമില്ല, പോട്ടെ. ഇനിയിപ്പോൾ അതായത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയാണ്. അത് ഇങ്ങനെ വയ്ക്കാം. ഞാക്കുട്ടി വേണ്ട, ഞാക്കുട്ടി നല്ല ചൂടാണ്. ഞാക്കുട്ടി വേണ്ട, എനിക്ക് പേടിയാണ്. നമ്മൾ തക്കാളി കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഞാക്കുട്ടി എനിക്ക് 1ാം പാൽ എടുത്ത് തരുമോ? ഇപ്പം നമ്മൾ കുറുക്കനായിട്ട് നല്ല അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണേ. 1ാം പാൽ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. കളർ മാറിയല്ലേ? ഇപ്പം അടിപൊളി കളറായ. ഇനി നമ്മൾ നമ്മുടെ ഈ ഉരുളി ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ വറ താളിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ പറയുന്നത് തന്നെയല്ലേ പറയണേ? എന്താ പറയണ? എല്ലായിടത്തും ഒക്കെ പറയണത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ വറ താളിച്ചിടുകയെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനുള്ള പാത്രം നമ്മൾ വെക്കാൻ പോവുകയാണ്. ഈ ഉരുളി നമുക്ക് മാറ്റി വയ്ക്കാവേ. നമ്മൾ വറ താളിക്കാനുള്ളതേ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ എടുത്തൊഴിക്കാവേ. ഇപ്പോൾ ഏതായാലും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് കൊളസ്ട്രോളൊക്കെ അടിച്ച് കയറ്റിയേക്കാന്ന് വിചാരിച്ചിട്ട് ഇതേ തേങ്ങാപ്പാലും എണ്ണയൊക്കെ ആവശ്യമായിട്ട് ഒഴിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതേ ഉണക്കമുളക് ഇട്ട് കൊടുക്കുവാണേ. ഉണക്കമുളക് ജസ്റ്റ് നല്ലൊരു റെഡ് കളറൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് ചുവന്നുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്നത് ഇടാവേ. കുഞ്ഞു കുഞ്ഞായിട്ടല്ല കേട്ടോ അരിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ചുവന്നുള്ളിയും കൂടി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ചുറ്റിച്ചിടണം കേട്ടോ വറയിടുമ്പോൾ. പക്ഷെ ഞാൻ ഇട്ടിട്ട് അങ്ങനെ വീഴണില്ല. വീഴ്. ഓക്കെ, കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ. കരിഞ്ഞു പോയെന്ന് ആരും ഓർക്കണ്ട. കരിഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണതേ. ഇനിയിപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ലൈറ്റ് പോകും, പിന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ കഴിക്കാൻ പോകുന്നത് നമ്മൾ കള്ളപ്പത്തിൻ്റെ കൂടെ ഉണ്ട്. നല്ല നാടൻ കള്ളൊഴിച്ച് അടിപൊളി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പോകണം. അപ്പോൾ കള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂട്ടി കറിയായിട്ടൊക്കെ കഴിക്കുന്നത് ഞാൻ നാളെ ഷോർട്ട് വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാവേ. ഇപ്പോൾ നമുക്കിതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. തക്കാളിയും കൂടി ഇരിക്കട്ടെ. ആണോ ഇടൂ? ഇപ്പൊ തരാട്ടാ. എടുത്തു വന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അതായതില്ലേ നല്ല ഡക്ക് കറിയുടെയൊക്കെ സ്മെല്ലല്ലേ എന്നെ കിട്ടി. ഇവിടെ ഏഡൂസ് കൊതിച്ചിരിക്കുവാണേ. കാല് വേണമെന്ന് പറയണം. ഇപ്പോൾ ഏതായാലും നമുക്ക് പെട്ടെന്ന് കിട്ടിയതൊന്നും എടുത്ത് വെക്കുക. കാരണം ഇരുട്ടായിക്കൊണ്ടിരിക്കുവാണേ. അപ്പം നമ്മൾ ഏഡൂസിന് ആദ്യം കൊടുക്കാവേ. ഏഡൂസ് വാ തുറന്നേ. ഓപ്പൺ യുവർ മൗത്ത്. എങ്ങനെയുണ്ടാ? സൂപ്പറാണോ? ആത്മാർത്ഥമായിട്ട് പറ. അടിപൊളിയാണോ?
എടിന് കുറേ നേരമായിട്ട് നല്ല സ്മെല്ലാണ് മമ്മി, നല്ല മണോട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നീയാക്കുട്ടി വായിൽ വെച്ച് നോക്കിയിട്ട് പറയും കറക്റ്റ് ടേസ്റ്റേ. ഓക്കെ, അടിപൊളിയാണോ? നീയാക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ? എടിന് ഇഷ്ടമായ? ഓക്കെ, ഞാനും കൂടി കഴിച്ച് നോക്കട്ടെ. ഞാൻ ഇന്ന് കൂട്ടത്തിൽ ഒരു തക്കാളി കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് കഴിക്കാം. അടിപൊളിയാ. എന്താ പറയണ്ട, വെറൈറ്റി ആണ് കേട്ടോ. ഞാൻ ഓർത്തിട്ടില്ല, ഞാൻ ഇത് കണ്ടിട്ടല്ലേ ഉള്ളൂ, കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഓർത്തിച്ചത് മറ്റേ സ്റ്റൂ പോലെ ഇരിക്കുന്ന, ഈ സ്റ്റൂ പോലെ അല്ല കേട്ടോ ഇരിക്കണം. നല്ലൊരു വെറൈറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഒരു ഡക്കിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വരും കേട്ടോ ഇത്. അടിപൊളിയാണ്. ഞാൻ കുട്ടി വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ, നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇനി ഇതിലും നല്ലൊരു വെടിച്ചില് വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ എൽസ ജോമി സൈനിങ് ഔട്ട്.